എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ പിങ്കിയുടെ വീട്ടിലാണ്. പിങ്കി എന്ന് പറയുമ്പം സ്റ്റാറ്റിസ്റ്റിക് ടെസ്റ്റ് പരീക്ഷയിൽ എറണാകുളം ജില്ലയിൽ 1ാം റാങ്ക് കിട്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം റാങ്ക് നമുക്കായിരുന്നു, 2ാം റാങ്ക് നമുക്കായിരുന്നു. ആ ലിസ്റ്റിൽ കുറെ അധികം റാങ്കുകൾ നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പിങ്കിയുടെ വീട്ടിലാണ്. നമുക്ക് നേരെ പിങ്കിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ പിങ്കി, അപ്പം ഡിഗ്രിയും PG ഒക്കെ എവിടെയാണ് പഠിച്ചത്? ആദ്യമായിട്ട് എന്റെ പേര് പിങ്കി. ഞാനിവിടെ താമസിക്കുന്ന എറണാകുളത്ത് പിറവത്താണ്. എന്റെ വീട്ടില് ഹസ്ബൻഡും ഞാനും പിന്നെ ഞങ്ങൾക്ക് 2 കുട്ടികളാണ് ഉള്ളത്. മൂത്താള് ഇപ്പൊ 5th പഠിക്കുന്നു, രണ്ടാമത്തത് 3ാം ക്ലാസ്സിലാണ്. ഹസ്ബൻഡ് വർക്കിംഗ് ആണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, എയർപേ കമ്പനിയിലാണ്. ഞാൻ പഠിച്ചത് MCA പഠിച്ചത് കുസാറ്റിലാണ്. ഡിഗ്രി ചെയ്തത് സെന്റ് ട്രീസസ് കോളേജിൽ. BSc മാത്സ് ആണ്. അപ്പം എങ്ങനെയാണ് എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷകളിലേക്ക് എത്തിയത്? എങ്ങനെ അതെന്ന് പറഞ്ഞാല് നോട്ടിഫിക്കേഷൻ വന്നപ്പം BSc മാത്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണെന്ന് മനസ്സിലായി. അപ്പോ പിന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്നാലാണ് നമുക്കൊരു നല്ല മാർക്ക് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അപ്പൊ അതായത് ഈ എക്സാം എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴേക്കും യൂട്യൂബിൽ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അറിയുമല്ലോ, അങ്ങനെ കണ്ടതിൽ വെച്ച് എനിക്കൊരു ഇതായിട്ട് തോന്നിയത് മാസ്റ്റർ കീ ആണ്. അങ്ങനെ ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, അത്ര ആലോചിക്കേണ്ട സമയമില്ല. ഞാൻ നേരെ ചേർന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ചേർന്നു. അതിനുശേഷം പഠനം തുടങ്ങി. അപ്പം ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ നല്ലതായിരുന്നു. എനിക്ക് ക്ലാസ്സസ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എന്ന് വെച്ചാല് നന്നായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ BSc മാത്സ് ആയതുകൊണ്ട് തന്നെ കൊമേഴ്സും എക്കണോമിക്സും ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷെ എന്നിരുന്നാലും വളരെ എളുപ്പമായിട്ട് തോന്നിയതായിരുന്നു കൊമേഴ്സും എക്കണോമിക്സ് സിലബസ് ഒക്കെ. അത്രക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാ ഫാക്കൽറ്റീസും തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ മാത്സ് പിന്നെ എനിക്ക് ഒരുവിധം എനിക്ക് നല്ലോണം പ്രാവീണ്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിലധികം വന്നില്ല. പിന്നെ എന്റെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാല്, ഇപ്പം സിലബസ് മൊത്തം കവർ ചെയ്യണമല്ലോ, ഒരിക്കലും ഞാൻ എഴുതി പഠിച്ചിട്ടില്ല, ഒരു നോട്ട്സും തന്നെ എഴുതിയിട്ടില്ല. ഞാൻ PDF അതും ഫോണിലും അല്ലെങ്കിൽ ആപ്പില് വായിച്ചാ പഠിച്ചോണ്ടിരുന്നത്. കാരണം എനിക്ക് ഇപ്പൊ ഞാനൊരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പിള്ളേരുടെ കാര്യവും വീട്ടിലെ കാര്യവും ഞങ്ങൾ 4 പേര് മാത്രം ഉള്ളതുകൊണ്ട് അത് നോക്കാൻ ഇച്ചിരി ഇതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ നോട്ട്സ് എഴുതി അത് പഠിക്കാൻ പിന്നെ എനിക്ക് സമയം വേണം. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു സ്ട്രാറ്റജി വായിച്ച് തന്നെ പഠിക്കലായിരുന്നു. പക്ഷെ എനിക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ മാസ്റ്റർ കീയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഡെയിലി എക്സാംസ് നടത്തുമായിരുന്നു. അത് ആദ്യം എനിക്ക് കവർ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീട്ടിലെ കാര്യങ്ങളും ഡെയിലി എക്സാം നടത്താൻ പറ്റാതെ വന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ 2 ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ എല്ലാ എക്സാം തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെത്തേഡ് തന്നെയാണ് എത്തിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്റർവ്യൂ ചെയ്ത കേസിൽ റെയറാണ് പിങ്കി. കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ എഴുതി നോട്ട് സെൽഫായിട്ട് എഴുതണം, കണക്കുകൾ ചെയ്ത് നോക്കണം, അത് റിവിഷൻ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിങ്കി ഓരോരുത്തർക്കും ഓരോ സ്റ്റഡി പാറ്റേൺ ആണല്ലോ. പക്ഷെ എനിക്ക് സന്തോഷമുണ്ട്, കാര്യം നമ്മുടെ ഡെയിലി സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നോക്കുമായിരുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളെ നോക്കണം, അതിന് ഇടയ്ക്ക് വേണം പഠിക്കാനായിട്ട്. ഇതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഡെയിലി എക്സാം എല്ലാം എഴുതിയിട്ടാണ് 1ാം റാങ്ക് നേടിയത്. അപ്പൊ എക്സാം ഹാളിൽ നിന്ന് എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോ എന്തൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വന്നു? നമ്മുടെ പരീക്ഷയിൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർമ്മ വന്നായിരുന്നോ ഹാളിൽ വെച്ച്? അത് എക്സാം ഹാളിലെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിനു മുന്നേ PSc എഴുതിയേക്കണത് നമുക്ക് എപ്പോഴും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഒരു ഗുണം തന്നെയാണ്. കാരണം ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ കുറച്ച് ടഫായിരുന്നു. മാത്സ് ഒക്കെ വളരെ ടഫായിരുന്നു. പിന്നെ എല്ലാ മൊഡ്യൂളിലും തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ സ്റ്റാർട്ടിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല. അപ്പൊ ഇതൊക്കെ എക്സാം ഹാളിൽ ആൾക്കാരെ ശരിക്കും പാനിക് ആവും നമ്മള്. പക്ഷെ ഞാനൊരു ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സാം ഹാളിൽ എനിക്ക് എളുപ്പമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് ചെയ്തു. അതിപ്പോ മാത്സ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ചെയ്തത് വായിക്കുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കുറച്ചു നേരം സമയമെടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തില്ല. എന്നിട്ട് 1 to 100 ഫുൾ തീർത്തു. അതിനുശേഷമാണ് ഞാൻ മാത്സ് ഇച്ചിരി ടഫുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ കൊമേഴ്സ് എക്കണോമിക്സും എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ BSc മാത്സ് ആയിരുന്നാലും എനിക്കത് എളുപ്പമായിരുന്നു. കാരണം ഞാൻ അതിൽ ചേർന്നതിൽ പിന്നെ ഒരുപാട് പേര് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ ഇന്ന പോർഷൻസ് അവർ വിട്ടാ പഠിക്കുന്നേന്നൊക്കെ പറയുമ്പോഴും ഞാൻ അവരോട് പറയാം, അങ്ങനെ വിടല്ലേ, വലിയ കുഴപ്പമില്ല, അത് പഠിച്ചാൽ കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒന്നും വിട്ടിട്ടില്ല. അതായത് അതിൽ ഇട്ടക്കണ ഒരു PDF പോലും ഞാൻ വായിക്കാതെ വിട്ടിട്ടില്ല. എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രം പഠിച്ച് ഒരിക്കലും ജോലി കിട്ടത്തില്ല. നിങ്ങൾ 4 സബ്ജക്ട് നന്നായിട്ട് പഠിക്കണം. എക്കണോമിക്സ് ആകട്ടെ, കൊമേഴ്സ് ആകട്ടെ, മാത്സ് ആകട്ടെ, സ്റ്റാറ്റ് ആകട്ടെ. അപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ഇട്ടേക്കുന്ന ഒരു PDF പോലും വായിക്കാതെ ഇട്ടിട്ടില്ല. അപ്പൊ അതെല്ലാം എനിക്ക് എക്സാം വളരെ ഉപകാരപ്പെട്ടു അല്ലെ? എക്സാം
ലാസ്റ്റ് വായിച്ചു പോയ ഒരു, അതായത് എനിക്ക് എക്കണോമിക്സിന്റെ ലാസ്റ്റ് PDF ഒക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, പക്ഷെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് വെറുതെ പോയ വഴിക്ക് വായിച്ച ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എക്സാം ഹാളിൽ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ടോപ്പ് റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? അതില്ല, കാരണം ഞാൻ പോയ ഹോളില് അത്രക്ക ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോഴേക്കും അവര് പറഞ്ഞത് അവരുടെ ഹോളിൽ അധികം ആൾക്കാരില്ല, പക്ഷെ ഞാൻ പോയ ഹോള് ഫുള്ളായിരുന്നു ആള്. അത് മാത്രല്ല, പിന്നെ ഒരു ഇതുണ്ടായിരുന്നു കഴിഞ്ഞാൽ എക്സാം തുടങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കുറെ പേരൊക്കെ വെറുതെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ എക്സാം ബാക്കിയുള്ളവർക്ക് ടഫാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ തീരണ വരെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു. പ്രോപ്പർ കോച്ചിങ് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു സഹായിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറെ ആപ്ലിക്കൻസ് വരും, 60,000-70,000 ആപ്ലിക്കൻസ് വരും. അതിൽ കൃത്യമായി പഠിക്കുന്ന ആൾക്കാരെണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ പഠിച്ചവർക്ക് ഒട്ടും സമയം തികയത്തോലുമില്ല. അവർ അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് വീണ്ടും ആദ്യം റൗണ്ട് ചെയ്യുന്നു, വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് സമയം തികയാതെ വരുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റഡി പ്ലാൻ കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അപ്പം ഈ ഷോർട്ട് ലിസ്റ്റ് വന്ന് കട്ട് ഓഫ് മാർക്ക് വന്നപ്പം എന്തൊക്കെയായിരുന്നു മനസ്സിലുള്ളത്? ഒരു റാങ്ക് പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു? അപ്പോഴും എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ മാർക്ക് ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാർക്ക് ടോപ്പിൽ ഉണ്ടാവും എന്നറിയായിരുന്നു. ഫസ്റ്റ് റാങ്ക് എന്തായാലും പ്രതീക്ഷയില്ല, ഒരു 10-നുള്ളിൽ എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പായിരുന്നു. കാരണം ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത്, അവർക്ക് എങ്ങനെയാണ്. കാരണം ഞാൻ എറണാകുളത്ത് തന്നെ കുറെ പേര് വെച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് 60+ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ഫസ്റ്റ് റാങ്കിന് 60, എനിക്ക് 60 ആണ്. പക്ഷെ അതിന് താഴെ പിന്നെ വന്നേക്കണത് നല്ല ഇതിലാണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ചപ്പോ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഡൗട്ടായി. അപ്പൊ എനിക്ക് തോന്നി അപ്പൊ അത്രയും റാങ്ക് എനിക്ക് വരില്ല, ഒരു 10-ന്. അത് ഈ പിള്ളേരെ എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഇങ്ങനെ ഈ പിള്ളേരെ മറ്റേ പിള്ളേർ പാനിക് ആക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു കുട്ടി ഇപ്പൊ എക്സാം എഴുതി ചിലപ്പോൾ ഒന്നും എഴുതി കാണത്തില്ല. അപ്പൊ ഇത് സിമ്പിൾ ക്വസ്റ്റൻ, എനിക്ക് 50 മാർക്ക് കിട്ടി എന്ന്. അപ്പൊ നന്നായി പഠിച്ചു പോയി, എന്തെങ്കിലും നന്നായിട്ട് ഞാൻ പഠിച്ചിട്ട് എനിക്ക് 50-ലുള്ളല്ലോ. കോച്ചിങ് വന്ന മറ്റേ കുട്ടി 50, അങ്ങനെ ചുമ്മാ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ സ്കിപ്പായി കളയുന്നത്. അപ്പൊ അപ്പോഴേക്കും എനിക്ക് എന്റെ ഒരു ഡൗൺ ആയി. എന്ന് വെച്ചാൽ റാങ്ക് ഉണ്ടാവും, അതായത് എത്രയെങ്കിലും ഒരു റാങ്ക് ഉണ്ടാവും, പക്ഷെ ഫസ്റ്റ് റാങ്ക്. സത്യം പറഞ്ഞാൽ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറെ അധികം കുട്ടികളുണ്ടായിരുന്നു. അപ്പം എന്നോട് ഫസ്റ്റ് പറയുന്ന രാജേഷ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 1ാം കിട്ടിയ രാജേഷ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, സാറേ ഇങ്ങനെ എറണാകുളത്ത് ലിസ്റ്റ് വന്നു, നമ്മളെടുത്ത് പഠിച്ച കുട്ടിക്കാണ് 1ാം റാങ്കെന്ന്. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ഇത് അറിയുന്നത് തന്നെ. അപ്പൊ ഞാൻ പിന്നെ എല്ലാ റിസൾട്ടും ചോദിക്കും, രാജേഷ് നമ്മുടെ ഉണ്ടോ നമ്മുടെ. കാര്യം നമുക്കിത് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല, ഈ നിൽക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മുടെ കുട്ടികൾക്ക്. എനിക്ക് രാജേഷ് 1ാം റാങ്ക് ആയിരുന്നു. എനിക്ക് അറിയാവുന്നത് ഇതില് ഡെയിലി എക്സാംസ് ഉണ്ടാവും. ഡെയിലി എക്സാം ഉണ്ടാവുമ്പോൾ അവനും എനിക്കും ആണെങ്കിൽ എനിക്ക് പരിചയമുണ്ട്. അത് ഞാനും രാജേഷ് എടുക്കുന്നത് എങ്ങനെയാ, ഞാൻ എക്സാം എല്ലാം കഴിഞ്ഞ് ഞാൻ ചുമ്മാ മോഡൽ എക്സാമിന് റാങ്ക് നോക്കി. അപ്പൊ രാജേഷ് കുറെ പേരുണ്ടെന്നത്. അപ്പൊ ഈ രാജേഷ് എനിക്ക് സ്ട്രൈക്ക് ആയി. അപ്പൊ ഞാൻ രാജേഷിന്റെ മെസ്സേജ് വാട്സ്ആപ്പ് മെസ്സേജ് നോക്കി, രാജേഷ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കോൺടാക്ട് ആയി. ഇപ്പോഴും അടുത്തൊരു സൂപ്രണ്ടിന് പഠിക്കുന്നുണ്ട്, നല്ല മിടുക്കുന്ന ഒരു പയ്യനാ. അപ്പൊ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലും ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം, കാര്യം നമ്മൾക്ക് വീണ്ടും 1ാം റാങ്ക് പ്രതീക്ഷയാ, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കാര്യം BSc മാത്സുകാരാണ്, എക്കണോമിക്സും കൊമേഴ്സൊക്കെ പഠിച്ച് സ്കോർ ചെയ്തു. ഇനി ഒരാള് ഈ ഒരു കോഴ്സിലേക്ക് പഠിക്കുക, ഫ്രഷ് ആയിട്ടാണ്, അത് വേറൊരു കോച്ചിങ്ങിനും പോയിട്ടില്ല, അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവരാണ് എന്തായിരിക്കും ഒരു ഉപദേശം കണക്ക് പറയാനുള്ളത്? എന്തായിരിക്കും ഉപദേശം എന്ന് പറഞ്ഞാല്, അതായത് ഇപ്പൊ എക്സാമിന് വേണ്ടി, ഇപ്പൊ ഈ എക്സാം അല്ല ഏത് എക്സാം ആയാലും അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഫുൾ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം. അതായത് ഇതൊരു അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇപ്പം എനിക്ക് തന്നെയും ഞാനിപ്പം രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 9 to എന്റെ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ ഒരു 3:45 ആവും. അത് ഒറ്റ സ്ട്രെച്ചിങ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഇപ്പൊ ലഞ്ച് ബ്രേക്ക് എടുക്കും. അത് കഴിഞ്ഞ് പിള്ളേര് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ കണ്ടിന്യൂസ് പഠിക്കുക ചെയ്തിരുന്നത്. അതിപ്പം ഇപ്പൊ പോർഷൻസ് തീർന്നില്ലെങ്കിൽ ലേറ്റ് നൈറ്റ് 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. അങ്ങനെ ഒരു 6 months പഠിച്ചിട്ടാണ് കിട്ടിയത്. അപ്പം ഹാർഡ് വർക്ക് എന്റെ ചെയ്യും. അതായത് ഷോർട്ട് വേ ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കി. പിന്നെ ഓരോരുത്തരുടെ സബ്ജക്ട്സ് ഉണ്ട്. ഇപ്പം എനിക്ക് മാത്സ് എളുപ്പമാണെന്ന് പറഞ്ഞ് മറ്റുള്ള കുട്ടികൾക്ക് മാത്സ് എളുപ്പമായിരിക്കില്ല. അപ്പൊ അവരത് ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും. അല്ലാതെ ഇപ്പൊ ഒരാൾ വായിച്ച് പഠിച്ച് മറ്റുള്ള എക്കണോമിക്സിനും കൊമേഴ്സിനും കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു അല്ലേ? ഇല്ല, ഞാൻ വെറുതെ ജസ്റ്റ് വായിച്ചപ്പോ അത് ഓരോരുത്തരുടെ കേപ്പബിലിറ്റി ആയിരിക്കും, അത് വ്യത്യാസം ഉണ്ടാവും. എനിക്കിപ്പം ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വായിച്ചുവിടെന്ന് പറഞ്ഞിട്ട് അവർക്ക് എഴുതി പഠിക്കണം, അതിപ്പോ ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ ഞാൻ എന്റെ ഇങ്ങനെ ഞാൻ കുറെ ഇന്റർവ്യൂ കാര്യം സംസാരിക്കുമ്പം മിക്കവാറും സ്റ്റാറ്റുകാരും മാത്സുകാരും ആയിരിക്കും റാങ്ക് ലിസ്റ്റ് വരുന്നത്. പക്ഷെ ഞാനിപ്പോ അമലയായിട്ട് ഡിസ്കസ് ചെയ്യും. അമലയ്ക്ക് ഇപ്പൊ 2ാം റാങ്ക് ഉണ്ടല്ലോ. അമല എക്കണോമിക്സ് പഠിച്ചതാ. പക്ഷെ അമല എനിക്ക് തോന്നുന്നു ഡിഗ്രിക്ക് മാത്സ് സ്റ്റാർട്ട് പഠിച്ചിട്ടുമുണ്ട്. ഞാൻ കുട്ടി എനിക്ക് പിങ്ക് കഴിഞ്ഞ 2ാം റാങ്ക് കിട്ടിയ അമലക്കാണ്. അപ്പൊ അമല പക്ഷെ എല്ലാം പഠിച്ചിട്ടുണ്ട്, എല്ലാം നോക്കിയിട്ടുമുണ്ട്. ഓക്കെ,
അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് എല്ലാ സബ്ജക്റ്റും ഒരേ കണക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ടോപ്പ് റാങ്ക് എത്താൻ സാധിക്കത്തുള്ളൂ അല്ലേ? കാരണം ഇപ്പൊ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്കണോമിക്സും കൊമേഴ്സും ആണ് കൂടുതൽ വന്നത്. അതെ 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 അത് ഞങ്ങൾക്ക് മാത്സ് ശരിക്കും ഒരു ഇതായി, കാരണം അത് ഭയങ്കര മാത്സ് വന്ന ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫ് ആയിരുന്നു. ശരിക്കും എക്കണോമിക്സും കൊമേഴ്സും പഠിച്ച കൊച്ചിന് റാങ്ക് കിട്ടും. നമ്മൾ ഇതെല്ലാം പഠിച്ചത് കൊണ്ടാണ്. അതെ അതെ അത് സംഭവം എന്താ അറിയാവോ, ഈ കൊമേഴ്സുകാര് കൊമേഴ്സും എക്കണോമിക്സും പഠിക്കും, മാത്സുകാര് മാത്സ് സ്റ്റാറ്റ് പഠിക്കും. പക്ഷേ ഏറ്റവും ടോപ്പ് റിസൾട്ട് 4 പഠിക്കുന്നവർക്കാണ്. അല്ല ശരിയല്ലേ? അപ്പൊ അങ്ങനെ ശ്രമിക്കുക. നിങ്ങൾ ഇനിയിപ്പം അടുത്ത റിസർച്ച് അസിസ്റ്റന്റ് വരാൻ വേണ്ടി കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്കുള്ള, അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, 4 സബ്ജക്ട് ഒരേ കണക്ക് പഠിക്കുക. അങ്ങനെ പഠിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് കിട്ടും. ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല, ഷോർട്ട് വേയും ഇല്ല. പിങ്കയുടെ കേസ് പറഞ്ഞു, 2 കുട്ടികളുണ്ട്, അവർ സ്കൂളിൽ രാവിലെ അയക്കണം, അതിന്റെ തിരക്ക് രാവിലെ കാണും. വൈകുന്നേരം വന്നാലും അവരെ നോക്കേണ്ട ഒരു ചുമതലയും പഠിപ്പിക്കേണ്ട ജോലിയുണ്ട്. ഇതിനിടയ്ക്കുള്ള ടൈം അവർ ഉറങ്ങിയ ശേഷമുള്ള രാത്രി 2 മണിയുള്ള പഠിത്തം. അപ്പൊ മാക്സിമം ഒരു 6 മാസത്തെ ഹാർഡ് വർക്ക് തന്നെയാണ് ഈ ഒരു വലിയ വിജയത്തിൽ ഇതായത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, എത്രത്തോളം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നോ, എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ, അങ്ങനെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഒരു സ്ഥാപനം നമുക്ക് തന്നെ 1000-ലധികം കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടികൾ എല്ലാവർക്കും 1 റാങ്ക് കിട്ടിയോ ഇല്ല. പക്ഷെ എന്താ കാരണം, എന്താ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നവർക്കേ 1 റാങ്ക് കിട്ടാറുള്ളൂ. ഇതേ കണക്കന്നെ രാജേഷും, ഇതേ കണക്കന്നെ അമലയും, അവരൊക്കെ എന്താ കൃത്യമായിട്ട് സമയം കണ്ടെത്തി പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത്. ഫാമിലി സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഫാമിലി സപ്പോർട്ട് തന്നെ, ഇതിപ്പം ഇവിടെ ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇച്ചിരി വൈകിയായാലും, ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല, എനിക്കത് മാനേജ് ചെയ്യാം. ഇവര് തന്നെ മനസ്സിലാക്കും എന്നുള്ളതിന്റെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് ഈ 6 മാസം കുഴപ്പമുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ഉണ്ടായിട്ടുണ്ട്? അതായത് ജീവിതത്തിൽ ഈ സമയത്തിന് 6 മാസത്തിനിടയ്ക്ക്, എക്സാമിനിടയ്ക്ക് എനിക്ക് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയില്ല. എന്നാലും ഈ ഇഷ്യൂസ് നമ്മൾ ഇപ്പൊ വിചാരിക്കാത്ത പിള്ളേർക്ക് അസുഖങ്ങൾ വരുന്നതാണ് ഏറ്റവും. അതിങ്ങനെ എന്റെ 2 പിള്ളേർക്ക് ഒരുമിച്ച് അസുഖം വന്നിട്ട് ഒരു 2 ആഴ്ചയോളം എനിക്ക് ബുക്കേ തുറക്കാൻ പറ്റാതെ വന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് നമ്മ ഇത് തുറക്കുമ്പോൾ നമ്മൾ പഠിച്ചതുപോലൊരു ഇതില്ലാത്ത പോലെ. അപ്പം ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ഫ്ലോ ഉണ്ട്. പക്ഷെ നമ്മൾ ഇടയ്ക്ക് വെച്ചൊരു ഗ്യാപ്പ് വരുമ്പം പിന്നെ ഇത് എടുക്കുമ്പോൾ നമ്മൾ എന്തോ ആദ്യമായിട്ട് വായിക്കണ പോലെ ഒരു ഇത് വരും. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. പക്ഷെ പിന്നെ അതൊരു ബുക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഇടണം. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ നമ്മൾ തന്നെ എഫേർട്ട് ഇടണം, നമുക്കിത് എന്തായാലും കിട്ടണം എന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് അതങ്ങനെ. അപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവ് ആയിരുന്നോ? ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഒക്കെ അയക്കായിരുന്നോ? ഇല്ല, ഞാനൊരു കമന്റ് പോലും ഇടാത്ത ഒരു ആളായിരിക്കും. ആക്ച്വലി ഞാൻ തുടങ്ങിയപ്പോ തന്നെ എല്ലാവരും ഇങ്ങനെ അതായത് ഇപ്പൊ പറയാലോ മെറ്റീരിയൽസിന്റെ കാര്യവും PDF-ന്റെ കാര്യവും ഒക്കെ. അത് ആക്ച്വലി ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കതിന് സമയമില്ല. ഈ കമന്റ് ഇട്ട് പഠിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല, അങ്ങനെ പറയാൻ സമയം കളയാനും എനിക്ക് സമയമില്ല. ഓക്കെ, നമ്മുടെ ഈ എക്സാമിന് കൺഫർമേഷൻ വന്നതിന് ശേഷം ഡെയിലി എക്സാം ആയിരുന്നു. അപ്പൊ ഡെയിലി ഉള്ള ടോപ്പിക്കുകൾ അന്നന്ന് പഠിച്ചു മാറ്റുമായിരുന്നോ, അതോ എന്തെങ്കിലും ഇടയ്ക്ക് ലാഗ് വരുമ്പോൾ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു? അതെന്ന് പറഞ്ഞാൽ ഡെയിലി എക്സാംസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. കാരണം എന്ന് വെച്ചാൽ രാവിലെ തീർന്നില്ലെങ്കിൽ 2 മണി വരേക്ക് ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും 2 മണിക്കുള്ളിൽ ഞാൻ എക്സാം എഴുതും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എങ്കിലും അങ്ങനെയെങ്കിലും എഴുതി തീർക്കും. മാക്സിമം എല്ലാ എക്സാം തന്നെ എഴുതിയിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആണ്. എന്ന് വെച്ചാല് നമ്മൾ സ്വന്തമായി പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോർഷൻസ് ഒരിക്കലും തീർക്കാൻ പറ്റില്ല. എന്റെ ഒരു പ്രശ്നം അതായിരുന്നു. എനിക്ക് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ളതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇപ്പൊ നാളെ ബാക്കി പഠിക്കാം. പക്ഷെ ഇത് ഈ എക്സാം ഉള്ളത് കൊണ്ട് എന്തായാലും തീർക്കണോന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. എക്സാം എഴുതി ആ മാർക്ക് കാണണം, എത്ര കിട്ടും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പോർഷൻസ് നീങ്ങും എന്നുള്ളതാണ്. എക്സാം അറ്റൻഡ് ചെയ്യണേക്കാളും കൂടുതൽ നമുക്ക് ആ പോർഷൻസ് നീങ്ങും. അതാണ് അതിന്റെ ഒരു ഇത്. ഇനിയും ഒരുപാട് എക്സാമുകൾ വരാൻ വേണ്ടി പോവാണ്. പുതിയ കുട്ടികൾ ഈ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടി PSC കോച്ച് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ 1ാം റാങ്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയാൽ എന്നെ പോലെ അല്ലെങ്കിൽ പിങ്കിയെ പോലെ 1ാം റാങ്ക് കിട്ടും എന്നതിനെ പറ്റിയൊരു പഠിക്കണമെന്ന്, അതായത് ഇനിയിപ്പോ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിന് കുറുക്ക് വഴികളൊന്നുമില്ല. അതായത് ഫുൾ എഫേർട്ട് ഇടുക. ഇപ്പൊ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ എക്സാം ആവുന്നത് വരെ, എക്സാം എന്നാണോ ആ ഡേറ്റ് വരെ, തലേദിവസം വരെ പറ്റാവുന്ന എഫേർട്ട് എല്ലാം ഇട്ടിട്ട് പഠിക്കുക. അല്ലാതെ ഇതിന് കുറുക്ക് വഴികളൊന്നുമില്ല. ഓരോരുത്തരുടെ സ്റ്റഡി സ്ട്രാറ്റജി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ സ്ട്രാറ്റജി ആയിരിക്കില്ല വേറൊരാളുടെ. അതനുസരിച്ച് നമുക്ക് പറ്റാവുന്ന രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഒരു ഫ്ലോ എപ്പോഴും കീപ്പ് ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണ്ടിന്യൂസ്. 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പം ആ ഇടയിൽ ആ തിരക്കിനിടയിലും പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണല്ലേ? അത് പറ്റും. എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, എനിക്കിത് ജോലി നേടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ എല്ലാവരും പറയും, ഇപ്പൊ എന്നോട് എല്ലാവരും ചോദിച്ചത് എങ്ങനെയാന്നുള്ളത്. പക്ഷെ അതല്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമുക്കത് കിട്ടണം എന്ന് കരുതിയാൽ അത് കിട്ടും.
അതെ അതെ അതെ. അതെ, നമ്മൾ ആ എഫേർട്ട് അത് നമ്മള് കിട്ടണമെന്ന് ആഗ്രഹം മാത്രം പോലെ. ആ എഫേർട്ട്. കാര്യം ഈ പിങ്ങിയെ സംബന്ധിച്ചോളം ഹസ്ബൻഡ് ജോലിക്ക് പോകണം, 2 കുട്ടികളുണ്ട്, അവരുടെ കൊച്ചു കുട്ടികളാണ്, അവർക്ക് സ്കൂളിൽ പോകണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പൊ ഇതിനിടയ്ക്ക് കൂടെ പഠിച്ചിട്ട് ഇത്രയും കോമ്പറ്റീറ്റീവ് എക്സാമിൽ 1ാം റാങ്ക് നേടിയ വലിയ കാര്യം തന്നെയാണത്, അല്ലെ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളെപ്പോലെ ആൾക്കാർ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അത് നടക്കും. നമ്മൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നടക്കും, അതിനൊപ്പം പഠിത്തവും കൊണ്ടുപോവുക. അങ്ങനെ പഠിച്ച് ഉറപ്പായിട്ടും പിങ്കിയെ പോലെ 1ാം റാങ്ക് നേടാൻ പറ്റും, ഒരു ഗവൺമെന്റ് ജോലി നേടാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമായ ഒരു ഉദ്യോഗാർത്ഥിയാണ് പിങ്കി എന്ന് പറയുന്നത്. തുടർന്നുള്ള എല്ലാ പരീക്ഷകൾക്കും വലിയ വിജയം ഉണ്ടാകട്ടെ. ജോലിയിൽ തന്നെ ഒരുപാട് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.